സെലൂട്ട് ഭാരത് നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ പ്രേം. സാർ, ഈ തിരുപ്പുറം കുണ്ട്രം ആ ദേവാലയത്തിൽ കാർത്തിക ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കുറച്ച് കാലമായിട്ട് ചർച്ചാ വിഷയമാണ്. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രാഷ്ട്രീയ പ്രചാരണ ആയുധവുമായി. അവിടെ ആ ഒരു കാർത്തിക സ്തംഭത്തിൽ ദീപം തെളിയിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇത്ര വലിയ ഒരു വർഗീയ സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? പുതിയ ഭരണകൂടം അവിടെ അധികാരത്തിൽ വന്നു, വിജയ്. അദ്ദേഹവും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഴകുഴമ്പൻ മട്ടാണോ ഇക്കാര്യത്തിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇക്കാര്യത്തിലൊരു കൃത്യമായ ഒരു നിലപാടിലേക്ക് പോകാനുള്ള ആർജവം അദ്ദേഹം കാണിക്കുമോ? എന്താണ് പറയാനുള്ളത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ പ്രേം ഉന്നയിച്ചത്. തമിഴ്നാട്ടിലെ മുരുകക്ഷേത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 6 ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് തിരുപ്പരാൻകുണ്ട്രം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. തിരുപ്പരാൻകുണ്ട്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നുകളുടെ അതിൻ്റെ പേര് തന്നെ കന്ദമല എന്നാണ്. നമ്മൾ മലയാളത്തിൽ സ്കന്ദമല എന്ന് പറയുന്ന സ്കന്ദമല എന്നാണ് തമിഴിൽ അത് പറയുന്നത്. അപ്പോൾ 6 പടി വീട് എന്ന പ്രശസ്തമായ 6 മുരുകക്ഷേത്രത്തിൽ ഒന്നാണ് ഈ തിരുപ്പരാൻകുണ്ട്രം. ഇവിടെ 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് തുടങ്ങിയ കാലഘട്ടങ്ങളിലാണ് ഒരു ശിവക്ഷേത്രവും, അതായത് കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന പേരിൽ ഒരു ശിവക്ഷേത്രവും അതുപോലെ തന്നെ മുരുകക്ഷേത്രവും ഒക്കെ ഉയർന്നു വന്നത്. അന്നു മുതൽ ഇവിടെ ആരാധന നടക്കുന്ന സ്ഥലമാണ്. ഇത് ഒരു ഹിന്ദു ക്ഷേത്രമാണെന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. അതിനു മുമ്പ് കുറച്ച് കാലം ഈ ശിവക്ഷേത്രം വരുന്നതിന് മുമ്പ് അവിടുന്ന് ചില അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു. അവിടെ ജൈന മതത്തിൻ്റെയും സ്വാധീനം ഉണ്ടായിരുന്നെന്ന് പറയുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ അത് പഞ്ചപാണ്ഡവരുടെ കട്ടിലുകളായിട്ടാണ് അവിടെ ആ അവശിഷ്ടങ്ങളെ അവർ കാണുന്നത്. അതെന്തുമാവട്ടെ, ഭാരതീയ സംസ്കാരത്തിൽ അടിയുറച്ചു നിൽക്കുന്ന വിശ്വാസങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു ഈ കന്ദമല. അവിടെ ഉള്ള ഈ തിരുപ്പരാൻകുണ്ട്രം ക്ഷേത്രം ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇച്ഛാശക്തിയുടെ അഭാവവും അവർക്ക് വർഗീയ പ്രീണനം നടത്താനുള്ള അവരുടെ ചില ഗൂഢനീക്കങ്ങളുടെ ഭാഗവുമായിട്ട് ഈ വിശ്വാസം അവിടെ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് അതീവ ദുഃഖകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. തമിഴ്നാട്ടിലെ വിവിധ കോടതി ഉത്തരവ് പ്രകാരം ഇവിടെ ഇത് ഹിന്ദു ക്ഷേത്രമാണെന്ന് തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഈ കഴിഞ്ഞ മാസങ്ങളിൽ, അതായത് ഈ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള മാസങ്ങളിൽ തമിഴ്നാട് ഹൈക്കോടതിയും സിംഗിൾ ബെഞ്ചും പിന്നീട് ഡിവിഷൻ ബെഞ്ചും ഇവിടെ കാർത്തിക ദീപം ഈ കുന്നിൻ്റെ മുകളിലുള്ള ദീപത്തൂണുകളിൽ തെളിയിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. കോടതി ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ: അധികാരികളുടെയും പോലീസിൻ്റെയും സഹായത്തോടു കൂടി അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കണം എന്ന്. മാത്രവുമല്ല, കോടതി മറ്റു ചില നിരീക്ഷണങ്ങളും അന്ന് നടത്തിയിരുന്നു. അതായത് രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടെ ഇത്ര വലിയൊരു വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നതെന്നും അവിടെ അങ്ങനെ ഒരു ദീപം കൊളുത്തിയാൽ അങ്ങനെ വലിയൊരു സംഘർഷമൊന്നും അവിടുത്തെ സമാധാനം തകർന്നു പോകുമോ എന്നൊക്കെ കോടതി ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതായത് സിംഗിൾ ബെഞ്ചും അതുപോലെ മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മധുരയിലാണ്. അങ്ങനെ കോടതി അർദ്ധശക്തിക്ക് ഇടയില്ലാത്ത വിധം തന്നെ ഇത് വ്യക്തമാക്കിയിട്ടു. ജനുവരി 6-നാണ് കോടതി ഉത്തരവ് വന്നത്. പക്ഷെ അത് നടപ്പാക്കാൻ ഉള്ള ഇച്ഛാശക്തി രാഷ്ട്രീയക്കാർ കാണിക്കുന്നില്ല. വിജയ് ഇലക്ഷന് മുമ്പ് ഈ വിഷയത്തിൽ ഒരു അഴകൊമ്പൻ നിലപാടാണ് സ്വീകരിച്ചത്. വേണോ വേണ്ടായോ എന്ന് ചോദിച്ചാൽ വേണ്ടണം എന്ന ഒരു മറുപടിയിലാണ് വിജയ് നിന്നത്. ഇപ്പോഴ് കുറച്ചുകൂടി വ്യക്തമായിട്ട് പഴയ രീതിയിൽ തമിഴ്നാട്ടിലെ മറ്റു രാഷ്ട്രീയക്കാരൊക്കെ കാണിച്ചതുപോലെ തന്നെ കോടതി വിധി നടപ്പാക്കണ്ട എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. തമിഴ്നാട് നിയമകാര്യ മന്ത്രി നിർമ്മൽ കുമാർ ഈ വിഷയത്തിൽ പറഞ്ഞത് തൽസ്ഥിതി തുടരും എന്നാണ്. തൽസ്ഥിതി എന്ന് വെച്ചാൽ എന്താണ്? ഈ കുന്നിൻ്റെ മധ്യത്തിലുള്ള ഒരു ദീപസ്തംഭത്തിൽ അവിടെയാണ് ഇപ്പോൾ പിള്ളയാർ കോവിൽ എന്ന അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ആ കോവിലിന് സമീപം അതിനുള്ളിലാണ് ഈ ദീപം തെളിയിക്കാൻ പോകുന്നത്. മുകളിൽ ഒരു ദർഗയുണ്ട്. ആ ദർഗയോട് ചേർന്നാണ് ദീപത്തൂണ് നിൽക്കുന്നത്. അതിനാൽ അവിടെ വിളക്ക് കൊളുത്തിയാൽ
അത് കലാപത്തിലേക്ക് പോകും എന്നൊക്കെയാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഇവിടെ ഈ ദർഗ എന്നാ വന്നതെന്ന് നമുക്കറിയാം. ഈ ദർഗ 14 ഇതൊക്കെ ചരിത്ര രേഖയുള്ളതാണ്. ഈ പിന്നെ 7-ാം നൂറ്റാണ്ടിലും അതിനു മുമ്പും ഹിന്ദു ക്ഷേത്രങ്ങൾ നിലനിന്ന ഈ കന്തമലയിൽ ഈ ദർഗ ഉണ്ടായത് 14-ാം നൂറ്റാണ്ടിലാണ്. ആ 14-ാം നൂറ്റാണ്ടിൽ ഈ ദർഗയാണ്. ഒരു കൃത്യമായ ഒരു ആരാധനാലയമാണ്. ഇസ്ലാമിക ആരാധന, ഒരു പള്ളിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ദർഗയാണ്. ആ ദർഗയില് പിന്നെ ആ രീതിയിൽ ആരാധന നടത്താമോ എന്നൊക്കെ ചോദിക്കുന്ന എതിർപ്പ് ഇസ്ലാമിനുള്ളിൽ തന്നെ ഉണ്ട്. ഇവിടെ 14-ാം നൂറ്റാണ്ടില് മധുര കുറച്ചുനാള് ഇസ്ലാം ഭരണത്തിന്റെ കീഴിലായി. അന്ന് മധുര ഭരിച്ചിരുന്ന സിക്കന്ദർ ഷാ എന്ന ഭരണാധികാരിയെ പിന്നീട് വിജയനഗര സാമ്രാജ്യവുമായിട്ടുള്ള ഉണ്ടായ യുദ്ധത്തിൽ വിജയനഗര രാജാവായ കുമാരകമ്പണ ഈ പിന്നെ കന്തമലയുടെ താഴെ വെച്ചിട്ടാണ് ഉണ്ടായ യുദ്ധത്തിലാണ് സിക്കന്ദർ ഷാ കൊല്ലപ്പെടുകയും വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണത്തിലേക്ക്, ഹിന്ദു ഭരണത്തിലേക്ക് മധുര വീണ്ടും തിരികെ പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പിന്നെ സിക്കന്ദർ ഷാ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സിക്കന്ദർ ഷാ ഒരു സൂഫിയായി മാറുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ സൂഫി എന്ന് വിശേഷിപ്പിക്കുന്നു. സിക്കന്ദർ ബാദുഷാ ദർഗ അവിടെ ഉയർന്നു വരുന്നു. അപ്പൊ ചരിത്രപരമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇത് സിക്കന്ദർ ബാദുഷാ ദർഗ അവിടെ ഉണ്ടാകുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അതൊരു ഹിന്ദു ആരാധനാ സ്ഥലമായിരുന്നു. ഈ ദർഗ പൊളിച്ചു കളയണമെന്ന് ദർഗയിലെ ആരും പോരുതെന്നോ എന്നൊന്നും ആരും പറയുന്നില്ല. അവിടെ ഉള്ള ആൾക്കാർ പറയുന്നത് വർഷത്തിൽ 1-2 തവണ നടക്കുന്ന ഉത്സവത്തിൽ, അത് പ്രത്യേകിച്ചും കാർത്തിക ഉത്സവത്തിൽ, ആ കാർത്തിക ഉത്സവത്തിൽ അവിടെ ദീപത്തൂണുകളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എവിടെയാണോ ദീപം തെളിയിച്ചിരുന്നത് ആ മലമുകളിലെ ദീപത്തൂണുകളിൽ അവിടെ ഈ ദീപം തെളിയിക്കണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം മാത്രമാണ് മുരുക ഭക്തർക്കുള്ളത്. ഈ മുരുക ഭക്തരുടെ ഈ ആഗ്രഹം, അവരുടെ വിശ്വാസത്തിന് ചരിത്രപരമായ പിന്നെ ഒരുപാട് തെളിവുകളുണ്ട്. അവിടെയാണ് ദീപം കൊളുത്തിയിരുന്നതെന്നുള്ളത്. അങ്ങനെ ദീപം കൊളുത്തിയാൽ മറ്റൊരാളുടെ വികാരം എങ്ങനെ വ്രണപ്പെടാനാണ്? ദീപം എന്നത് ലോകത്തിലെ എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതും മലയുടെ മുകളിൽ ഒരു ദീപം കൊളുത്തിയാൽ അതിൻ്റെ ഒരു ആത്മീയ ഭൗതിക സൗന്ദര്യം എത്രമാത്രമായിരിക്കും. ഇത് കോടതി വിധിയാണ് ഈ ദീപം കൊളുത്തുന്നതിൽ തെറ്റില്ല എന്നത്. പക്ഷെ അത് നടപ്പാക്കാനുള്ള ഒരു ഇച്ഛാശക്തി തമിഴ്നാട്ടിലെ സർക്കാരുകൾക്ക് ഇല്ല എന്നത്, അത് എന്ത് പറയാനാണ്? തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾക്ക് ജനവികാരം അറിയില്ല എന്നുള്ളതേ ഉള്ളൂ. തിരുപ്പരാൻകുണ്ട്രം വിഷയം തമിഴ്നാട് ഇലക്ഷനിൽ വലിയൊരു ചോദ്യമായിരുന്നു. കാരണം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ അവിടെ ഇടയ്ക്കിടെ പല സ്ഥാപിത താല്പര്യക്കാരും ഉണ്ടാക്കുന്നുണ്ട്. അവിടെ വർഗീയ കലാപം സൃഷ്ടിക്കാൻ ആരൊക്കെയോ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വന്നിരുന്നിട്ട് പലരും ബിരിയാണി കഴിക്കുക, അല്ലെങ്കിൽ ഈ പിന്നെ ദർഗയുടെ പരിസരത്ത് അവിടെ ബലി കൊടുക്കുക, ആടിനെ ബലി കൊടുക്കുക, ഇതൊന്നും പഴയ കാലത്തൊന്നും ഉണ്ടായിരുന്ന സംഭവവികാസങ്ങളല്ല. പക്ഷെ ഈ ബോധപൂർവം ക്ഷേത്ര പരിസരത്തേക്ക് വന്ന് ബിരിയാണി കഴിക്കുക, അല്ലെങ്കിൽ അവിടെയൊക്കെ ഈ ഇറച്ചിയുടെ അവശിഷ്ടങ്ങൾ ഇടുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരാതികളെ തുടർന്ന് കഴിഞ്ഞ വർഷം അവിടെ വലിയ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുകയും പിന്നീട് പോലീസും കോടതിയും ഒക്കെ ഇടപെട്ടിട്ട് അത്തരം മൃഗബലികളൊക്കെ അവിടെ നടപ്പാക്കുന്നതിൽ ഒക്കെ തടയുകയും ഒക്കെ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊക്കെയോ ശക്തികൾ, ഏതൊക്കെയോ ഗൂഢ താല്പര്യങ്ങളോടെ തമിഴ്നാട്ടിലെ സമാധാന തകർക്കാൻ വേണ്ടിയിട്ട് മധുരയും പരിസര പ്രദേശങ്ങളിലും ആവശ്യമില്ലാതെ വർഗീയ സംഘർഷം സൃഷ്ടിക്കാനും കലാപം സൃഷ്ടിക്കാനും ശ്രമിച്ചുകൊണ്ട് അവിടെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. രാഷ്ട്രീയക്കാരാകട്ടെ അവിടെ ഇച്ഛാശക്തി കാണിക്കുന്നില്ല. ഈ ഇച്ഛാശക്തിയുടെ അഭാവമാണ്. അല്ലാതെ അവിടെ കോടതി കൃത്യമായിട്ട് ചോദിച്ചുകൊണ്ട് ഒരു ദീപം തെളിയിച്ച് ആർക്കാണ് മതവികാരം വ്രണപ്പെടുക? ആരും മറ്റൊരാളുടെ ദർഗയ്ക്കുള്ളിലേക്ക് കയറുന്നില്ലല്ലോ. അതിന് സമീപത്തുള്ള ഒരു തൂണിൽ. അതല്ല സാറേ, എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ദ്രാവിഡ കക്ഷികളുടെ പരമ്പരാഗത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് അവിടെ വിജയ് പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ കൊണ്ടുവരികയും ഒരു തെരഞ്ഞെടുപ്പ് വിജയവും നേടിയത്. ആ വിജയ്ക്ക് പോലും എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ആർജവം എടുക്കാൻ പറ്റുന്നില്ല? തീർച്ചയായിട്ടും അത് വലിയൊരു ചോദ്യമാണ്, വലിയ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പം മുസ്ലിം ലീഗ് സഖ്യകക്ഷിയാണ് അവിടെ.
അതൊരു കാരണമായിരിക്കാം. പിന്നെ കോൺഗ്രസ് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഇക്കാര്യത്തിൽ കോൺഗ്രസിന് നിലപാടായിരിക്കാം അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായ നഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയമായിരിക്കാം. എന്തായാലും ശരി, വിജയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചതല്ല. ദ്രാവിഡ പാർട്ടികൾ കാലാകാലങ്ങളിലായിട്ട് അവരുടെ പ്രീണന നയം നടത്തുമ്പോൾ ആ പ്രീണന നയത്തിന് എതിരായ സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് വിജയ്ക്ക് തമിഴ്നാട്ടിൽ വിജയിക്കാൻ പറ്റിയത്. അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ അദ്ദേഹത്തിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഈ വ്യത്യസ്ത നിലപാടിലൂടെയാണ്. തിരിച്ച് ദ്രാവിഡ പാർട്ടികൾ സ്വീകരിച്ച അതേ നിലപാടിലേക്ക് അദ്ദേഹം തിരികെ പോയാൽ തമിഴ്നാട്ടിലെ മുരുക ഭക്തർ വെറുതെ ഇരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഒരു ഇച്ഛാശക്തിയുടെ പ്രശ്നമാണ്. ഇത് ദീപം തെളിയിച്ചത് കൊണ്ട് തൽക്കാലം അവിടെ കലാപമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും ശരി, അദ്ദേഹത്തിന് തീരുമാനം, അദ്ദേഹത്തിന്റെ പാർട്ടി നേതാവായ നിർമ്മൽ കുമാർ, സഹപ്രവർത്തകനും മന്ത്രിയുമായ നിർമ്മൽ കുമാർ പിന്നെ പറഞ്ഞ തീരുമാനത്തെ തിരുത്താൻ ഇനിയും അവസരമുണ്ട്. കാർത്തിക ഉത്സവം, ഈ വർഷത്തെ കാർത്തിക ഉത്സവം സമാപിച്ചില്ല, ഇനി മാസങ്ങൾ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്തിനുള്ളിൽ കൃത്യമായ നിലപാടിലേക്ക് വരാനും യാഥാർത്ഥ്യം തിരിച്ചറിയാനും വർഗീയ പ്രീണനം നടത്താതെ സത്യത്തിന്റെയും ചരിത്ര സത്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ എല്ലാ ആൾക്കാർക്കും ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ ഈ ദീപം തെളിയിക്കാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കേണ്ടത്, എനിക്ക് തോന്നുന്നത് അത് വിജയുടെ ഉത്തരവാദിത്തമാണ്, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ. ആ ഉത്തരവാദിത്തം ഭരണത്തിലേറുമ്പോൾ നമ്മളൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ഭയമോ പക്ഷപാതമോ കൂടാതെ എല്ലാവർക്കും നീതി ഉറപ്പാക്കും എന്നുള്ള ആ ഒരു പ്രതിജ്ഞ, ആ എല്ലാവർക്കും നീതി എന്ന് പറയുന്ന കോടതി വിധി നടപ്പാക്കുക എന്നുള്ളതാണ്. അത് കോടതിയിലെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഉണ്ട്. സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടാൻ മടിച്ചിട്ടുണ്ട്. അത് പിന്നെ തമിഴ്നാട് ഹൈക്കോടതിയുടെ വിധിക്കൊപ്പമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ ഇച്ഛാശക്തിയുടെ മാത്രം പ്രശ്നമാണ്. ആ ഇച്ഛാശക്തി കാണിക്കാൻ അവിടുത്തെ സർക്കാർ തയ്യാറായാൽ നിസ്സാരമായിട്ട് പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ പ്രശ്നം. ഈ തിരുപ്പരാൻകുണ്ട്രം മുരുക ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഹൃദയത്തിൽ, അതായത് തമിഴ്നാട്ടിലെ 6 പ്രധാന, തിരുച്ചെന്തൂർ ഉൾപ്പെടെയുള്ള 6 പ്രധാന ക്ഷേത്രങ്ങളിലെ ഒരെണ്ണമാണ്. അപ്പോൾ അതിന്റെ പ്രാധാന്യം അത്രമാത്രമാണ്. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച് ജനകീയ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ചരിത്ര സത്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇച്ഛാശക്തി പ്രകടിപ്പിക്കാൻ വിജയ് സർക്കാരിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതില്ലെങ്കിൽ അണ്ണാമലയെ പോലുള്ളവർ ഈ വിഷയം ഏറ്റെടുത്ത് തമിഴ്നാട്ടിൽ പ്രക്ഷോഭത്തിന്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിടാനാണ് സാധ്യത. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനവുമായി നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ ഒരിക്കൽ കൂടി നമസ്കാരം. സനി സാർ.